ക്രിസ്തുവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും വരുന്ന നാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവന്ദനം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ക്ലാസ്സിലേക്ക് നമുക്ക് ആരംഭം കുറിക്കാം. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചു, രണ്ടും ചിന്തിച്ചു, മൂന്നാമത്തെ കാര്യവും ചിന്തിച്ചു. നാലാമത്തെ കാര്യമായിട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രനാവുന്ന യേശു ക്രിസ്തു തൻ്റെ വരികയിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതചര്യയിൽ ഒപ്പം കൂടെ ഉണ്ടായിരുന്ന അരുമശിഷ്യനായ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്ത കാര്യാദികളെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, യോഹന്നാനുണ്ടായ വെളിപാട് 1-ാം പുസ്തകം 11-ാം വാക്യം മുതൽ താഴോട്ടുള്ള 2 വാക്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത് 7 സഭകൾക്ക് എഴുതുക എന്നാണ്. 7 സഭകൾക്ക് കത്തെഴുതുക എന്നാണ്. 7 എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ദൈവവിശ്വാസ സമൂഹത്തിന് അറിയാവുന്നത് ഒരു പൂർത്തീകരണമാണ്. 7 7 7 7 എന്നുള്ള വാക്കുകളെല്ലാം, 7 എന്നുള്ള വാക്യങ്ങളെല്ലാം, 7 എന്നുള്ള രൂപീകരണമെല്ലാം ഒരു പൂർത്തീകരണം കുറിക്കുകയാണ്. ഉദാഹരണം, പിതാവായ ദൈവം ആകാശവും ഭൂമിയും അവയുള്ള സകല സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ചിട്ട് 7-ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്നാണ്. അതാണ് ശബത്ത് ദിവസം എന്ന് നാം കാണുന്നത്. അവിടെ സത്യവേദ പുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 1-2 അധ്യായങ്ങളിൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിതാവായ ദൈവം സ്വസ്ഥമായിരുന്നതിനെ നാം 7-ാമത്തെ ദിവസം സ്വസ്ഥമായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി. അപ്പോൾ 6 ദിവസം കൊണ്ട് സകലവും പൂർത്തീകരിച്ചതിന് ശേഷം 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുന്നു. അതാണ് ഒരു പൂർത്തീകരണം. അപ്പോൾ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്ന പൂർത്തീകരണമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ 7 സഭകൾക്ക് കത്തയക്കുവാൻ വേണ്ടി 7 സഭകൾ അന്ന് ആ പട്ടണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിലുണ്ടായിരുന്ന 7 സഭകൾ, ഇന്നത്തെ പോലുള്ള വിപുലീകരണമായ രാജ്യമല്ല, അന്ന് ചെറിയ രാജ്യം, ചുരുക്കം ചില ജനത മാത്രമേ ഉണ്ടായിരുന്നുള്ള ആ സമൂഹത്തിൽ 7 സഭകൾക്ക് ഏഷ്യ മൈനറിലുള്ള അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡത്തിലുള്ള 7 സഭകൾക്ക് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനിൽ കൂടെ അല്ലെങ്കിൽ തൻ്റെ ആത്മശിഷ്യനിൽ കൂടെ വെളിപ്പെടുത്തി കൊടുത്ത ഒരു വാക്യമാണിത്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് 7 സഭകളാണ്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്. അപ്പോൾ ഇവിടെ കാണുന്നതാണ് സ്വർഗീയ ദർശനങ്ങളാണ്, അന്ത്യകാലത്തേക്കുള്ള ദർശനങ്ങളാണ്, ഭാവി കാലത്തേക്കുള്ള ദർശനങ്ങളാണ്. അല്ലെങ്കിൽ ഈ ഭാവി കാലത്തിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഈ ഭാവി കാലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നില്ല, ഇനി വരും തലമുറയിൽ അല്ലെങ്കിൽ വരുന്ന കാലത്തിൽ ലോകത്തിന്റെ അവസാനത്തിൽ ഈ ലോക സൃഷ്ടിയുടെ ആരംഭം മുതൽ എന്നോളം കണ്ടിട്ടില്ലാത്ത ഉപദ്രവം, മഹോപദ്രവം, അങ്ങനെയുള്ള ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ, ലോകത്തിന്റെ അവസാനം എന്തായിരിക്കും, ലോകത്തിലെ ജനതകൾ എപ്രകാരമായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രിയമുള്ളവരെ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദർശനങ്ങൾ, സ്വർഗീയ ദർശനങ്ങൾ, അതിനുശേഷം ന്യായവിധി, അന്ത്യന്യായവിധി ഉണ്ടല്ലോ. അന്ത്യന്യായവിധിയിൽ സത്യവേദ പുസ്തകം നമ്മൾ പഠിപ്പിക്കുന്നത് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുവാൻ എൻ്റെ പക്കലുണ്ട്. ആ പ്രവൃത്തിക്കുള്ള പ്രതിഫലം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മുടെ പക്കൽ കടന്നു വരുമ്പോൾ ആ ന്യായവിധിയെക്കുറിച്ചും അതിനുശേഷം വിശുദ്ധരായി ജീവിക്കുന്ന വ്യക്തികൾക്ക് എന്ത് സംഭവിക്കുമെന്നും അതിനുശേഷം വിശുദ്ധരായി ജീവിച്ച വ്യക്തികളുടെ ന്യായവിധി എന്തായിരിക്കുമെന്നും അവർക്ക് നിത്യജീവൻ ലഭ്യമാകുന്നത് എന്തായിരിക്കുമെന്നും എപ്രകാരമായിരിക്കുമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം സത്യവേദ പുസ്തകം ഈ 22 അധ്യായങ്ങളിൽ വ്യക്തമായി സ്വർഗത്തിലെ ദൈവം തന്റെ ശിഷ്യനെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ദർശനങ്ങളെ കാണുകയും ആ ദർശനങ്ങളെ 7 സഭകൾക്കും ദൂതായി, എഴുത്തായി, കത്തായി അവരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ ഇത് ആ ദൈവത്തിന്റെ വചനം അവരെ അനുഷ്ഠിക്കുവാൻ, അനുസരിക്കുവാൻ അവരെ പ്രാപ്തരാക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അനുഭൂതിയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇവയിൽ കൂടെ കാണുവാൻ സാധിക്കുന്നത്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദിക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്ന്
ആരാ പറയുന്നത്? കാഹളത്തിനൊത്തൊരു മഹാനാദം ഈ യോഹന്നാന്റെ പുറകിൽ, പത്മോസ് ദ്വീപിൽ അടയ്ക്കപ്പെട്ടിരുന്ന യോഹന്നാന്റെ പുറകിൽ ഒരു കാഹളനാദം ശ്രവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. അതാണ് പ്രിയമുള്ളവര് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അതാണ് പ്രിയമുള്ളവര് നമുക്കിവിടെ ഈ സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന, നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദിവ്യ സാദൃശ്യം ഇവിടെ യോഹന്നാനിൽ കൂടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം ഏകാന്തതയിൽ എവിടെ തന്നെ ആയിരുന്നാലും, നമ്മുടെ ജീവിതചര്യകളിൽ എവിടെ തന്നെ ആയിരുന്നാലും, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതെല്ലാം നമ്മെ കൂടെ നടന്ന് പരിഹരിച്ചു തരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് ശക്തി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. പിതാവായ ദൈവത്തിന്റെയും പുത്രനാവുന്ന ക്രിസ്തുവിനെ പരിശുദ്ധാത്മാ തൃത്വനാമത്തിന്റെയും നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.